കോൺഗ്രസ്സുകാർക്ക് ഒരു ചൈനീസ് പ്രേമമുണ്ടോ? ഉണ്ടല്ലോ, അതിപ്പോഴാണ് അറിയുന്നത്. പണ്ട് ഈ ഡോക്ലാമിൽ ഇന്ത്യൻ പട്ടാളക്കാരും ചൈനീസ് പട്ടാളക്കാരും തമ്മിൽ ഏറ്റുമുട്ടി. അതെ, അവരിങ്ങോട്ട് വന്ന് നമ്മുടെ ചില പോയിന്റുകളിൽ കയറി ഇരുന്നപ്പോഴാണ് ഇത് നമ്മൾ തടയാൻ ചെന്ന് നമ്മുടെ കമാൻഡറെ അവരെ ആക്രമിച്ചു. നമ്മൾ ഓടിച്ചു ചൈനീസുകാരെ പറപ്പിച്ചു. ഇപ്പോൾ ഇടിച്ച് നമ്മൾ റെഡിയാക്കി സൂപ്പാക്കി ലിറ്ററലി. അത് പോട്ടെ. ഇപ്പോൾ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കെനിയ കേട്ടിട്ടുണ്ടോ? കെനിയയിൽ നൈറോബിയിൽ ഒരു വിമാനത്താവളമുണ്ട്, ജോമോ കെനിയാറ്റ ഇൻ്റർനാഷണൽ എയർപോർട്ട്, JKIA എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണം JKIA എന്നെടുത്താലേ ആ എയർപോർട്ടിന് പേര് കിട്ടും. ആ എയർപോർട്ട് 1978 ഉണ്ടാക്കിയതാണ്. 78 ഉണ്ടാക്കി ഒരു പ്രാകൃതമായ എയർപോർട്ട്, ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നൊക്കെ പേരുണ്ട്. കെനിയൊക്കെ ദരിദ്ര രാജ്യങ്ങളാണല്ലോ, അവർക്ക് പണമില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ഒരു ആഗോള ടെൻഡർ വിളിച്ചു, ഈ വിമാനത്താവളം നവീകരിക്കണം. PPP BOT ഒക്കെ അടിസ്ഥാനത്ത് അറിയാമല്ലോ, അതെ, പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനാണ് PPP. പിന്നെ ടെർമിനലൊക്കെ നിർമ്മിക്കണം, BOT, ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ. അതായത് ഉണ്ടാക്കി പ്രവർത്തിപ്പിച്ച് അവസാനം ഇത്ര വർഷം കഴിയുമ്പോൾ അവർക്ക് തിരിച്ചു കൊടുക്കുക. അപ്പോൾ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ വഴി, അതായത് പൊതു ഉടമസ്ഥയിലുള്ള, അതായത് സർക്കാരും സ്വകാര്യ വ്യക്തിയും പങ്കാളിത്തത്തോടെ വിമാനത്താവളം വികസിപ്പിക്കണം. എന്നിട്ട് അവിടെ ബാക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്ക് കുറേ വർഷങ്ങൾ നടത്തിയിട്ട് അവർക്ക് മുടക്കിയ പൈസ തിരിച്ചു പിടിക്കാം. എന്നിട്ട് ആ വർഷ കാലാവധി കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഒരു കരാർ വന്നത്. ഈ കരാറിൽ ഒരു ഇന്ത്യൻ കമ്പനി പങ്കെടുത്തു, ചൈനീസ് കമ്പനി ഉണ്ടായിരുന്നു. ചൈന ഇങ്ങനെ ലോകത്തുള്ള തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, ഇതിൻ്റെയൊക്കെ പ്രൊജക്റ്റ് വന്ന് അപ്പം ചൈന പിടിക്കും. എന്താണെന്നറിയോ? എന്തിനാ? സൈനിക താല്പര്യമാണ്. ജനങ്ങൾക്ക് പോകാനുള്ള വിമാനത്താവളത്തിൽ യുദ്ധവിമാനം ഇറക്കാം, ജനങ്ങൾക്ക് പോകാനുള്ള കപ്പൽ അടുക്കുന്ന തുറമുഖത്ത് യുദ്ധക്കപ്പൽ പഠിപ്പിക്കാം. അതുകൊണ്ടാണ് ശ്രീലങ്ക, മാൽദീവ്സ്, ഇവിടെയൊക്കെ ചൈനയുടെ ഓപ്പറേഷൻ നടത്തുന്നത്. ലോകത്ത് എവിടെ? അമേരിക്കയ്ക്ക് മാത്രമായിരുന്നു പണ്ട് ഇങ്ങനെ, അമേരിക്കയ്ക്ക് പുറത്ത് ഈ താവളങ്ങളുണ്ടായിരുന്നു, ബേസുകളുണ്ടായിരുന്നു. ചൈന അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം സൈനിക ബേസാന്ന് പറയാനും പറ്റില്ല. ഞങ്ങൾ വിമാനത്താവളം ഞങ്ങൾ നടത്തുന്നു, തുറമുഖം ഞങ്ങൾ നടത്തുന്നു. അതുകൊണ്ട് ആ തുറമുഖത്തിൽ യാത്രാ കപ്പൽ മാത്രമേ വരാൻ പറ്റുള്ളൂ, യാത്രാ വിമാനം മാത്രമേ ഇറങ്ങാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ഏത് വിമാനവും ഇറങ്ങാം. അപ്പോൾ ഭാവിയിൽ ഇത്തരം വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങളൊക്കെ കയ്യിലുണ്ടായാൽ ആ വിമാനത്താവളങ്ങൾ ആ രാജ്യത്തിൻ്റെ ബേസായിട്ട് ഉപയോഗിക്കാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ അങ്ങനെ ചൈനീസ് കമ്പനികളോട് മത്സരിച്ച് ജോമോ കെനിയാറ്റ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനവും BOT കരാറും PPP എഗ്രിമെൻറ്റും ഇന്ത്യൻ കമ്പനിക്ക് കിട്ടി. ചൈനയോട് മത്സരിച്ച് ഇന്ത്യ ആർക്കാണെന്നറിയാം? അദാനി ഗ്രൂപ്പിലാണ്. നമ്മൾ സത്യത്തിൽ അഭിമാനിക്കല്ലേ വേണ്ടേ? തീർച്ചയായിട്ടും. പക്ഷേ കോൺഗ്രസ് അതല്ല. കോൺഗ്രസിൻ്റെ മറ്റേ മുടിയൊക്കെ വളർത്തി നടക്കുന്ന പിത്രോദേ അല്ല, മറ്റേ വേറെ ഒരാളുണ്ടല്ലോ, ജയറാം രമേശ്. ഇടയ്ക്കിടയ്ക്ക് കേരളത്തിൽ വന്നിട്ട് മൂന്നാറിലെ തണുപ്പിൽ ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി സ്ഥിരം മന്ത്രിയായിരുന്നപ്പോൾ പോകാറുണ്ടായിരുന്ന ഒരാൾ. മന്ത്രി അല്ലാത്തപ്പോൾ വരുമ്പോൾ പോകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മന്ത്രിയായിരുന്നപ്പോൾ പുള്ളി എപ്പോൾ ഇവിടെ വന്നാലും മൂന്നാറിന് പോകുമായിരുന്നു. ദുരൂഹമായ യാത്രകളായിരുന്നു. എന്തെങ്കിലും ആവട്ടെ, തണുപ്പല്ലേ, തണുപ്പൊക്കെ ഇടയ്ക്ക് വേണം. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരുന്നു. അങ്ങനെ അവിടെ കെനിയയിൽ പോയിട്ട് അദാനി ഒരു എയർപോർട്ട് നേടിയിരിക്കുന്നു. അദാനിയും നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധം അറിയില്ലേ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ഈ കരാർ ഒപ്പുവെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ഡ്രൈവേഴ്സ് യൂണിയൻ സമരത്തിലാണ്. അവരുടെ ആശങ്ക ഇത് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ തൊഴിലൊക്കെ പുതിയ ഫോറിൻ കമ്പനി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തൊഴിലവസരം കിട്ടുമെന്നുള്ളതാണ്. അത് നെഗോഷിയേറ്റ് ചെയ്ത് ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്നേ ഉള്ളൂ. അത് സ്വാഭാവികമായും ഒരു പദ്ധതി വരുമ്പോൾ എല്ലായിടത്തും ഉണ്ടാവും. അത് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളെ ബാധിക്കും എന്ന് പറഞ്ഞിട്ട് ഈ പഹയൻ പിന്നെ പറയുന്നതെന്നറിയാം, നേരത്തെ ശ്രീലങ്കയുമായിട്ട് ഇങ്ങനെ ഒരു കരാർ അദാനി ഉണ്ടാക്കി. അത് ശ്രീലങ്കയിൽ വലിയ പ്രശ്നമായി, മനസ്സിലായില്ലേ? ശ്രീലങ്കയിൽ വലിയ പ്രശ്നമായി. അവിടെ കോളിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്ന ഒരു പ്രൊജക്റ്റ് അല്ല, അത് ബംഗ്ലാദേശില്ല. ഇത് കാറ്റിൽ റിന്യൂവബിൾ എനർജിയുടെ ഒരു സോളാർ കാറ്റ് ഒക്കെ വഴി വൈദ്യുതി ഉണ്ടാക്കുന്ന ഒരു പദ്ധതി ശ്രീലങ്കയിൽ ഇന്ത്യ കൊണ്ടുവന്നു. ഇന്ത്യൻ കമ്പനിയായ അദാനി നേടി. അപ്പോൾ നമുക്കൊരു ബേസ് കിട്ടി അവിടെ. ഒരു രാജ്യത്തിൻ്റെ ഊർജ്ജ മേഖല നമ്മുടെ കയ്യിലാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ സ്വാധീനം ഉണ്ടാവും. അങ്ങനെ ആ കരാർ വന്നപ്പോഴത്തേക്ക് അതെവിടെയും ലോക്കലായിട്ട് ഞങ്ങൾക്ക് തൊഴിലൊക്കെ വേണമെന്ന് സമരം ഉണ്ടായി. ഉടനെ പറയുകയാണ് ശ്രീലങ്കയിൽ വലിയ പ്രശ്നം ഉണ്ടായി. ബംഗ്ലാദേശിൽ അദാനി ഗ്രൂപ്പ് കൽക്കരി വൈദ്യുതി പദ്ധതികളുണ്ടാക്കി. അത് അവിടെ ബംഗാളിൽ പ്രശ്നമുണ്ടായി. ബംഗ്ലാദേശിൽ അത്തരം പ്രക്ഷോഭങ്ങളാണ് ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയത്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വിദേശ രാജ്യങ്ങളിൽ
നമ്മുടെ സ്വകാര്യ കമ്പനികളാകട്ടെ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളാകട്ടെ മറ്റ് രാജ്യങ്ങളിൽ വിമാനത്താവളങ്ങൾ നേടിയാൽ തുറമുഖങ്ങൾ നേടിയാൽ വലിയ ഊർജ്ജം പോലെ ഊർജ്ജ മേഖല വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യത്തിൻ്റെ ഊർജ്ജ മേഖല ശ്രീലങ്കയുടെ ആവട്ടെ ബംഗ്ലാദേശിൻ്റെ ആവട്ടെ പവർ സെക്ടറിൻ്റെ ഭൂരിഭാഗം നമ്മുടെ കയ്യിലാണ്. ഇന്ത്യൻ കമ്പനിക്കാരുടെ തന്ത്രപ്രധാനമായ കാര്യമാണ്. കാരണം അദാനി ഗ്രൂപ്പ് നമുക്ക് വേണ്ടി ഡിഫൻസിന് വേണ്ടി ആയുധങ്ങൾ വരെ ഉണ്ടാക്കുന്നുണ്ട്. അദാനി എയറോസ്പേസ് എന്ന് പറഞ്ഞ കമ്പനി ഡിഫൻസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഗുഡ് ബുക്കിൽ പെടുത്തി ടാറ്റ ഉണ്ടാക്കുന്നുണ്ട്, മഹേന്ദ്ര ചെയ്യുന്നുണ്ട്, L&T ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ നമുക്ക് ഡിഫൻസിന് വേണ്ടിയിട്ടുള്ള കരാറുകൾ ഏറ്റെടുത്ത് ചെയ്യുന്നവരാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിർണായക സ്വാധീനമുള്ള കമ്പനികൾ വിദേശ രാജ്യങ്ങളിൽ തന്ത്രപ്രധാനമായ കരാറുകളും വിമാനത്താവളങ്ങളും തുറമുഖങ്ങളും നേടുമ്പോൾ എന്തിനാണ് കോൺഗ്രസ് ബേജാറാവുന്നത്? അത് ആ രാജ്യത്തൊക്കെ പ്രശ്നം ഉണ്ടാവും. രാജ്യത്തിൻ്റെ ഇമേജിനെ ബാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ രാജ്യത്ത് ഇന്ത്യയുടെ ഇമേജിനെ ബാധിക്കും. അവിടെ പ്രശ്നം ഉണ്ടായി. ലോകത്ത് മറ്റ് കമ്പനികൾ ലോകത്തെമ്പാടും ചൈനീസ് കമ്പനികൾ ലോകത്തെല്ലായിടത്തും പോയി കരാറുണ്ടാക്കുന്നുണ്ട്, അമേരിക്കൻ കമ്പനികൾ ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ കമ്പനി അങ്ങനെ വരുമ്പോൾ അതിനെ എതിർക്കുക എന്ന് പറയുന്നത്, അതും പ്രത്യേകിച്ച് ചൈനയെ ഡിഫീറ്റ് ചെയ്തിട്ട് തോൽപ്പിച്ച് ഒരു ഇന്ത്യൻ കമ്പനി ഒരു കരാർ നേടിയാൽ കോൺഗ്രസിന് എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? അവർക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് നമ്മളവിടെ കണക്ട് ചെയ്ത് ആലോചിക്കണം. എന്തുകൊണ്ടാണ് ദോക്ലാമിൽ ഇന്ത്യൻ പട്ടാളക്കാരും ചൈനീസ് പട്ടാളക്കാരും തമ്മിൽ ഏറ്റുമുട്ടുണ്ടായപ്പോൾ എന്തിനാണ് ചൈനീസ് പ്രതിനിധിയെ കാണാൻ രാഹുൽ ഗാന്ധി പോയത്? ഇത് മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ ഒരു NGOയ്ക്ക് ഫണ്ട് ചെയ്യുന്നത് ചൈനയാണെന്ന് രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ചൈനീസ് സർക്കാരുമായി രാഹുൽ ഗാന്ധിക്ക് എന്താണ് ബന്ധം? രാഹുൽ ഗാന്ധിക്ക് ആരൊക്കെയായിട്ടാണ് ബന്ധം? ചൈനീസ് സർക്കാരുമായിട്ട് ബന്ധം, അവിടുന്ന് പൈസ കിട്ടുന്നു. അമേരിക്കയായിട്ട് ബന്ധം, സോറോസുമായിട്ട് ബന്ധത്തോട് ബന്ധം, കാരണം അപ്പൂപ്പനാണല്ലോ. അങ്ങനെ ഇന്ത്യ പാകിസ്ഥാനോട് എന്തൊരു സ്നേഹമാണ്. പാകിസ്ഥാനിൽ ഇന്ത്യ ആക്രമിച്ചു, നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി, മിന്നലാക്രമണം നടത്തി, എല്ലാം നടത്തിയപ്പോൾ ഇവർ ബലാക്കോട്ട് ആക്രമണം നടന്നിട്ടില്ല, അവിടെ കുറേ പൈൻ മരങ്ങളാണ് പോകണമെന്ന് പറഞ്ഞു. അവസാനം പാകിസ്ഥാൻ വന്ന് പാർലമെൻറ്റിൽ സമ്മതിച്ചു, ഇന്ത്യ ആക്രമിച്ചു, കുറേ മരണങ്ങളുണ്ടായി, നാശനഷ്ടം ഉണ്ടായി. അതൊന്നും സമ്മതിക്കില്ല. പാകിസ്ഥാൻ സമ്മതിച്ചാലും രാഹുൽ ഗാന്ധി സമ്മതിക്കത്തില്ല. എന്ന തരത്തിൽ ഇന്ത്യക്ക് ഗുണപരമായ നേട്ടങ്ങൾ ഉണ്ടാവുന്ന എന്തു പദ്ധതി ലോകത്തവിടെ നടന്നാലും അതിനെ ഇടങ്കോലിടുക, അതിനെതിരെ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കുന്ന എന്ന തരത്തിലേക്ക് കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വിദേശത്ത് ഒരു എയർപോർട്ട് നമുക്ക് കിട്ടുക എന്നേ ആഫ്രിക്കയിൽ. അതെ, അതിൻ്റെ നവീകരണവും അതിൻ്റെ ഇപ്പം അവിടെ എന്തോ ഒരു റൺവേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത റൺവേ അദാനി നിർമ്മിക്കാൻ പോവുകയാണ്. അവിടുത്തെ ടെർമിനൽ അടക്കം വാർത്താവിതരണ സംവിധാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ നിർമ്മിക്കാൻ പോവുകയാണ്. പുതിയ ടെർമിനൽ ഉണ്ടാക്കാൻ പോകുന്നു. ഇതെല്ലാം ചെയ്യുന്നത് ഇന്ത്യൻ കമ്പനിയാണ്. ഇന്ത്യൻ കമ്പനി എന്ന് പറഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ നരേന്ദ്രമോദിക്ക് ഏറ്റവും പെട്ട കമ്പനിയാണെങ്കിൽ അവിടെ നമുക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ അദാനി ഞങ്ങളുടെ 25 ഫൈറ്റർ ജെറ്റ് അവിടെ ഇറങ്ങും എന്ന് പറഞ്ഞാൽ സമ്മതിക്കൂലേ? സമ്മതിക്കണമല്ലോ. കാരണം അവരുടെ ബേസ് ഇവിടെയാണ്, ഇന്ത്യയിലാണ് അദാനി താമസിക്കുന്നത്, ഇന്ത്യൻ പൗരനാണ്. അദ്ദേഹത്തിന് ഇന്ത്യ വിട്ടിട്ടുള്ളൊരു ഓപ്പറേഷൻ സാധ്യമല്ല. അതുകൊണ്ട് ഇന്ത്യക്ക് സമ്മർദ്ദം ചെലുത്താവുന്ന, സ്വാധീനം ചെലുത്താവുന്ന ഒരു കമ്പനി ചൈനയെ തോൽപ്പിച്ച് കെനിയയിൽ ഒരു വിമാനത്താവളം, ഇൻ്റർനാഷണൽ എയർപോർട്ട് തിരുവനന്തപുരം വിമാനത്താവളം ഏറ്റെടുത്തതുപോലെ ഏറ്റെടുക്കുമ്പോൾ കോൺഗ്രസിന് എന്തിനാണ് പൊള്ളുന്നത്? അദാനിയോടുള്ള ദേഷ്യമാണെന്ന് ഭാവിക്കുന്നു. അദാനിയെ എനിക്കിഷ്ടമല്ല, അതുകൊണ്ടാണെന്ന് ഭാവന. അദാനി പണിയെടുത്ത് കാശുണ്ടാക്കുന്നു, അയാൾ ലോകത്തെമ്പാടും ടെൻഡർ പിടിക്കുന്നു. അവിടെ പോയി നരേന്ദ്രമോദി മേടിച്ചു കൊടുക്കുന്നല്ലോ. അവരും ലേലത്തിൽ പങ്കെടുത്തു, ചൈനീസ് കമ്പനി മത്സരിച്ചു, ജയിച്ചു. അതിന് അദാനിയെ കുറ്റം പറയാൻ പറ്റുമോ? അദാനി ഒരിടത്തും പങ്കെടുക്കരുത്. അദാനി ഒരു പിച്ചച്ചട്ടിയായിട്ട് വഴിയിലിറങ്ങിയാൽ രാഹുൽ ഗാന്ധിക്ക് വലിയ സന്തോഷമായിരിക്കും. പക്ഷേ അതല്ല പ്രശ്നം. അദാനി എന്ന് വെറുതെ പറയുന്നതാണ്. അവർ തോൽപ്പിച്ചത് ചൈനയാണ്. ചൈനയ്ക്കൊരു പരിക്ക് പറ്റിയാൽ ചിന്താ ജെറോമിന് മാത്രമല്ല രാഹുൽ ഗാന്ധിക്കും ജയറാം രമേശിനും നോവും. അപ്പോൾ ഇന്ത്യ ഒരു ലോകത്തെമ്പാടും സ്വാധീനമുള്ള, ലോകത്തെമ്പാടും ബേസുകളുള്ള, സൈനിക താവളങ്ങളുള്ള ഒരു ശക്തിയായി വളരുന്നത് കോൺഗ്രസ്സിന് സഹിക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ജയറാം രമേശ് എന്ന് പറഞ്ഞ ഈ വിവരദോഷിയായ രാഷ്ട്രീയ നേതാവ്. അങ്ങനെ പറയാൻ പാടില്ല. വലിയ വിവരമുള്ള, വക്രബുദ്ധിയുടെ ആശാനായ, രാജ്യവിരുദ്ധതയുടെ തലച്ചോറുമായി നടക്കുന്ന ഈ മനുഷ്യൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അത് എക്സിൽ പരസ്യമായിട്ട് എഴുതി. ഇങ്ങനെ നിങ്ങൾ ഇന്ത്യൻ കമ്പനി അദാനിയൊക്കെ പോയി വിദേശ രാജ്യങ്ങളിൽ, ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും കെനിയയിലും ഒക്കെ ഇത്തരം കരാറുകൾ നേടിയാൽ ലോകത്തുള്ള മറ്റ് കമ്പനികൾക്ക് മുഴുവൻ നമ്മളോട് ശത്രുത തോന്നും. അത് ഇന്ത്യയുടെ പ്രതിച്ഛായ മോശമാക്കും. അതുകൊണ്ട് ഇന്ത്യയിലെ ഒരു കമ്പനിയും ഇന്ത്യക്ക് പുറത്തേക്ക് പോകാൻ പാടില്ല. എങ്ങനെയുണ്ട്? ഇതാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ഇന്ത്യ വിരുദ്ധ നയം.
ഇത് നമ്മുടെ നാട്ടിലെ ഇത് നടന്നിട്ട് നമ്മൾ ഇന്നുണ്ടായ സംഭവമല്ല കേട്ടോ, 2-3 ദിവസമായി. ഇത് നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ ഒന്നുമില്ല. വരില്ലല്ലോ. നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ നരേന്ദ്രമോദിക്കെതിരെ, ഇന്ത്യക്കെതിരെ എന്തെങ്കിലും വാർത്തയാണെങ്കിൽ അത് വലിയ വെണ്ടയ്ക്ക നിരത്തും. ഇത്തരം കാര്യങ്ങളൊന്നും ഒരാളോടും പറയത്തില്ല. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഒരു ദിവസം നമ്മൾ ഇവിടെ ഒരു 10 വീഡിയോ എടുക്കുകയാണെങ്കിൽ ഒരു 5 നമ്മൾ പറയേണ്ടി വരും ഇതൊന്നും മറ്റു മാധ്യമങ്ങൾ കൊടുക്കുന്നില്ല എന്ന് നമുക്ക് നിലവിളിക്കേണ്ടി വരും. അങ്ങനെ കൊടുക്കാത്ത വാർത്തകൾ നമ്മൾ പുറത്ത് വിടുന്നതുകൊണ്ടാണ് ഈ പ്രേക്ഷകർക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് പേര് അറിയുന്നുണ്ട്. ഒരുപാട് പേര് നമ്മളെ സ്വകാര്യമായി വിളിച്ചും മെസ്സേജ് അയച്ചൊക്കെ പറയുന്നുണ്ട്. മറ്റ് വാർത്താ മാധ്യമങ്ങളിലൊന്നും പറയാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പുറത്ത് കൊണ്ടുവരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് നമ്മുടെ താഴെ നമ്മളെ കുത്താൻ വേണ്ടി ഒരു കമൻറ്റ് ഇട്ടതാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്നാൽ അവിടെ ഗോരക്ഷകെന്നും പറഞ്ഞ് ഒരു പയ്യനെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്, അതെന്താണ് നിങ്ങൾ ചർച്ച ചെയ്യാത്തത്? അത് ന്യായമായ ചോദ്യമാണ്. ഞാനതിന് മറുപടി ഇടാം എന്നാലോചിച്ചപ്പോൾ അതിന് താഴെ നമ്മുടെ മറ്റൊരു പ്രേക്ഷകൻ വന്നിട്ട് പറഞ്ഞു, അതെ അതെല്ലാം എല്ലാ ചാനലിലും വന്നതാണ്. ABC മലയാളം ചെയ്യുന്ന 90% മറ്റു പത്രമാധ്യമങ്ങൾ കൊടുക്കാത്ത വാർത്തകളാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നല്ല കൃത്യമായ മറുപടി. അപ്പോൾ എനിക്ക് വേണ്ടി നമ്മുടെ ഒരു പ്രേക്ഷകൻ മറുപടി കൊടുത്തപ്പോൾ എനിക്ക് മറുപടി ഇടേണ്ടി വന്നില്ല. അപ്പോൾ ഏതായാലും നമ്മൾ അറിയിക്കുന്ന വാർത്തകൾ ചിലതൊക്കെ നമ്മൾ കൊടുത്ത് 3-4 ദിവസം കഴിഞ്ഞ് മാധ്യമങ്ങൾ കാര്യം ചെയ്യുന്നുണ്ട്. ഏതായാലും പ്രേക്ഷകരെ, നിങ്ങൾ അറിയാത്ത, നിങ്ങളെ അറിയിക്കാത്ത വാർത്തകൾ നമ്മൾ ഇനിയും തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതിനകത്ത് നമുക്ക് പക്ഷപാതിത്വമൊന്നുമില്ല. എല്ലാവരും ചർച്ച ചെയ്ത ചില വാർത്തകൾ നമ്മളായിട്ട് പിന്നെ കൂടുതൽ പറയാണെന്ന് കരുതി നമ്മൾ പറയാതിരിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മുടെ ഏതാണ്ട് എല്ലാ വാർത്തകൾക്കകത്തും ചില എക്സ്ക്ലൂസീവായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുറേ ആളുകൾ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മളൊരു വീഡിയോ ചെയ്തല്ലോ, ഒരു MP യുടെ വീട് ഒരു മാധ്യമ പ്രവർത്തക കയ്യേറിയതും MP യുടെ ഭാര്യ അവരെ അടിച്ചോടിച്ചു എന്ന് തോന്നുന്നു. അതിനകത്ത് ചില ആളുകളൊക്കെ വന്നിട്ട് നമ്മളെ കളിയാക്കുന്നു. പേര് പറയാൻ ധൈര്യമില്ലേ? പേര് പറയാൻ ധൈര്യമില്ല എന്ന് തന്നെ പറയാം. കാരണം അറിയോ, ഇത് നടന്ന സംഭവമാണ്. പക്ഷേ ഈ പറയുന്നവർക്ക് നമുക്ക് ആവേശകുമാർമാരായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കൈയടിച്ച് നിങ്ങൾ പേര് പറയുമെന്നൊക്കെ പറയാം. നമ്മൾ പേര് പറഞ്ഞാൽ ഇവർ കൊണ്ട് കേസ് കൊടുക്കും. ഇവർ കേസ് കൊടുത്താൽ പിന്നെ നമ്മൾ നോക്കണം, ഈ ചാനൽ ഉണ്ടെങ്കിലേ നമുക്കിത് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങൾ മലയാളത്തിൽ ആരും പറയുന്നില്ല. നമ്മൾ മാത്രമാണ് ചിലപ്പോൾ പേര് പറയാതെ ഇത്തരം വാർത്തകൾ റിപ്പോർട്ട്. പക്ഷേ നമ്മുടെ ഒരുപാട് പ്രേക്ഷകർക്ക് ആളാരാണെന്ന് മനസ്സിലായി. ഒരുപാട് പേര് അതിൻ്റെ താഴെ കൃത്യമായി പല പേരുകൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു പേര് കൃത്യമാണ്. അത് കൃത്യമായി അറിയാവുന്നവരും നമ്മുടെ പ്രേക്ഷകരുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു പരിമിതി നിങ്ങൾ മനസ്സിലാക്കണം. ഈ ചാനലുണ്ടെങ്കിൽ മാത്രമേ നമുക്കിങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് പേര് പറയാതിരിക്കേണ്ടി വരും. അതായത് അതിനകത്ത് നമ്മൾ 2 MPമാരുടെ കാര്യം പറഞ്ഞു. ഒരാൾ എറണാകുളത്തു നിന്നുള്ള MP ആയിരുന്നു, മറ്റൊരാൾ ഒരു തെക്കൻ ഏതോ തെക്കൻ ജില്ലയിൽ അടൂരുണ്ട്, മാവേലിക്കരയുണ്ട്, അല്ലേ, പത്തനംതിട്ടയുണ്ട്, നൽകുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കൊല്ലത്തുണ്ടായിരുന്ന MPയോ അല്ലെങ്കിൽ പത്തനംതിട്ടക്കാരനോ അല്ലെങ്കിൽ മാവേലിക്കരക്കാരനോ തിരുവനന്തപുരംകാരനോ ചിറയൻകീഴോ, ചിറയൻകീഴ് MP ഇല്ലല്ലോ, ആറ്റിങ്കലോ എവിടെങ്കിലും ആവട്ടെ, ഒരു MP അതിലൊരു ഇടതുപക്ഷക്കാരനാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷക്കാരനായിരുന്നു. ഇപ്പോഴും ഇടതു പാർട്ടിയാണ്. ഏത് മുന്നണിയാണെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എറണാകുളത്തുണ്ടായിരുന്ന ആൾ ഇപ്പോൾ MP അല്ല. അദ്ദേഹം MP ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ എറണാകുളത്തും തെക്കൻ ജില്ലയിലുള്ള MP എന്ന് നമ്മൾ പറഞ്ഞത് അന്ന് ഇവർ 2 പേരും ഇടതുപക്ഷത്തായിരുന്നു. ഈ 2 പേരുടെയും വീട്ടിലാണ് മാധ്യമങ്ങൾക്ക് സർവ്വസ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നത്. അതിൽ ഒരാൾ തെക്കൻ ജില്ലക്കാരനായ MP മദ്യപിക്കുന്ന ആളല്ല. എറണാകുളത്തുണ്ടായിരുന്ന MP നന്നായിട്ട് വാട്ടീസടിക്കുന്ന ആളുമായിരുന്നു. ഇത്രയൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇതൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ആ വാർത്ത കൃത്യമാണ്. പിന്നെ പേര് എല്ലായ്പ്പോഴും നമുക്ക് പേര് പറയാൻ കഴിഞ്ഞെന്ന് പറ്റില്ല. ABC മലയാളം എന്നുള്ള ചാനൽ ഉള്ളതുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. നമുക്ക് എവിടെ ഒന്ന് ചവിട്ടി നിന്നാൽ പറ്റിയ അതെ, എങ്കിലും നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്ന് നമ്മൾ പരമാവധി പറയുന്നുണ്ട്. അത് പ്രേക്ഷകർ മനസ്സിലാക്കണം. അല്ലാതെ ചങ്കൂറ്റം ഇല്ലാത്തതുകൊണ്ടെന്നല്ല, ചാനൽ തുടർന്നും വേണം, അതുകൊണ്ടാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.